അടിപൊളി ഏലക്കയിട്ട ഒരു ചായ കുടിക്കാൻ അങ്ങ് വാഗമണ്ണിലേക്ക്. ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് വാഗമണ്ണിലേക്ക്. ഒന്നും നോക്കിയില്ല, വണ്ടി ഇതേ പമ്പിൽ കയറ്റിയിട്ട് ലാവിഷായിക്കോട്ടെ ഒരു 500 രൂപ പെട്രോൾ അങ്ങ് അടിക്കുകയാണ്. അങ്ങ് ലാവിഷായിക്കോട്ടെ യാത്ര. എവിടെയെന്നാണെന്ന് അറിയത്തില്ല. അതേ മഴയും പെയ്ത് അടിപൊളിയായിട്ടോ. നമുക്കാണെങ്കിൽ റെയിൻ കോട്ടോ ജാക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ മഴ നനഞ്ഞ് റൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ബൈക്കിൽ മഴയത്ത് ഇങ്ങനെ പോകാൻ തന്നെ വേറൊരു ഫീലാണ് അല്ലേ. പോയവർക്കറിയാം അതിൻ്റെ സുഖം എത്രത്തോളം ഉണ്ടെന്ന്. ഇങ്ങനെ മഴ നനഞ്ഞ് ദൂരെ എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിക്കണം. അപ്പോഴും നമ്മുടെ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നേരെ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. വാഗമണ്ണിൽ അടിപൊളി ഒരു സ്പോട്ടുണ്ട് ചായ കുടിക്കാനായിട്ട്. ഹൈനസ് എടുത്തതിന് ശേഷം ഞാൻ ലോങ് റൈഡുകൾ ഒന്നും തന്നെ പോയിട്ടില്ല. നമുക്കാണെങ്കിൽ ജാക്കറ്റോ അതുപോലെ തന്നെ ഗ്ലൗസോ അതുപോലെ തന്നെ റെയിൻ കോട്ടോ ഒന്നും തന്നെ ഇല്ല. ഇത് ഒന്നും തന്നെ ഇല്ലെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു റെയിൻ കോട്ട് മേടിക്കണം. അത് 100 രൂപയുടെ റെയിൻ കോട്ട്, അതൊക്കെ മതിയെന്നേ. നമ്മളിപ്പം പോകുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ. ഓൾറെഡി ഞങ്ങൾക്ക് വഴി തെറ്റി. ഇനി വഴി ഏതാണോ ആ വഴി പോകുക, അതാണ് വഴി. ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ മല്ലപ്പള്ളി, കറുകച്ചാല്, ഈരാറ്റുപേട്ടയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ഇല്ലിക്കക്കല്ല്. അത് വാഗമൺ റൂട്ടാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് തരുന്ന ഒരു റൂട്ട് കൂടിയാണ് ഇത്. ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന വഴി അടിപൊളി ഒരു അഡ്വഞ്ചറായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നല്ല അടിപൊളി ഒരു വഴിയാണ്. പാറകളും കുന്നുകളും താഴ്വരകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന അടിപൊളി ഒരു മനോഹരമായ ഒരു ആംബിയൻസ്. അത് ഈ മഴക്കാലത്ത് മാത്രമേ ഇങ്ങനൊരു ക്ലൈമറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന കാടിനകത്തൂടെ ഒരു യാത്രയാണ് നമുക്കിത് സമ്മാനിക്കും. അത്യാവശ്യം നല്ല വളവുകളും തിരിവുകളും ഒക്കെയുള്ള ചെറിയൊരു വഴിയാണ് കേട്ടോ. നല്ല വളവാണ്. ചേട്ടന്മാരൊക്കെ നമ്മളെ കൈ കാണിക്കുന്നത് 2 എണ്ണം അടിച്ചിട്ട് സെറ്റായിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകൾ വശത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം 106 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്കിൽ ആ റോഡ് കണ്ടോ. നല്ല കോട മഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു തന്നെ കിട്ടുന്നുണ്ട്. നോക്കി, അങ്ങ് വിദൂരതയിൽ ഏതോ ഒരു ടൗൺ. അതിന് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നോക്കി, നല്ല ലൊക്കേഷൻ. നമുക്ക് മുകളിലോട്ട് ഇതുവഴി നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ മുകളിൽ അവിടെ കയറാനായിട്ട് സാധിക്കും. കോടയാണെങ്കിൽ അതെ നമ്മൾ ഉദ്ദേശിച്ച ഇല്ലിക്കക്കല്ല് ഇതല്ല. ഇത് ഇല്ലിക്കക്കല്ലിന് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ഇല്ലിക്കക്കല്ല് ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് നൈസാണ്. ഇവിടുന്ന് കോട ഇങ്ങനെ വരും. അതിന് ശേഷം ഇങ്ങനെ റൗണ്ട് അടിച്ചങ്ങ് പോകും. എന്തായാലും കൊള്ളാം. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നടന്ന് മുകളിലോട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. നല്ലൊരു ഫ്രെയിം. ഫോട്ടോസൊക്കെ ഇഷ്ടത്തിന് എടുക്കാനായിട്ട് പറ്റും. അപ്പുറത്തെ നല്ലൊരു താഴ്വാരാണ്. നല്ല കാറ്റുണ്ട്. വെയിൽ ഉണ്ടെങ്കിൽ പോലും അത് അറിയുന്ന ഇല്ല. നോക്കിയേ, അവിടെ മഴ പെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും അവിടെ മഴ പെയ്യണം. നോക്കിയേ, മഴ പെയ്യുന്ന ഇപ്പോൾ ടൈം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങ് ടൗണിൽ മഴ പെയ്യണം. നോക്കിയേ, ഈ വെയിലടിക്കുന്നുണ്ടോ, തിളങ്ങുന്നുണ്ടോ, മല തിളങ്ങുന്ന കാഴ്ച. അതും അത്രയ്ക്ക് മനോഹരമാണല്ലേ. നല്ലൊരു ഫ്രെയിം അല്ലേ. ഹെൽമെറ്റൊന്നും ഇല്ലാതെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെയും പെയ്യുന്നുണ്ടേ. അവിടെ മഴ പെയ്യുന്നുണ്ട്. അത് മഴ പെയ്യുക. അതുപോലെ തന്നെ അവിടെയും പെയ്യുന്നതാണ്. മഴ പെയ്യുന്നതാണ്. അല്ല, ടൗണിൽ പെയ്യുന്നതാണ്. അതുകൊണ്ട് നോക്കിയാൽ സെയിം സാധനം. ആ മഴ ഇങ്ങോട്ടല്ലേ വരുന്നത്, നമ്മളെ നോക്കി. അതെ, ഭംഗിയാണ്. ഇവിടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യുന്നതാണ്. നിമിഷ നേരം കൊണ്ടാണ് ടൗണ് മാഞ്ഞു പോയത്. ഫുള്ള് കോട. ആ മഴ നമ്മളെ നോക്കിയാണ് വരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേ അറിയത്തുള്ളൂ മഴയാണോ കോടയാണോ. വെയിറ്റിംഗ്. നോക്കിയേ, ഫുള്ള് മഞ്ഞ്. ഞങ്ങളുടെ ചുറ്റും മഞ്ഞ്. അവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. സൂര്യൻ്റെ ആ വെളിച്ചത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലാണ് ഫുള്ള് കോട. അങ്ങ് ദൂരെ ഉണ്ടല്ലോ, കണ്ടോ, അവിടെ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. കോട കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇനി വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരെ വണ്ടി പറ്റും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ പോകണം. ഇവിടെ കുറേ നിബന്ധനകളൊക്കെ
തലനാട് ഗ്രാമപഞ്ചായത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലിക്കക്കല്ല് സന്ദർശകരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനുവേണ്ടി പ്രത്യേക ഇതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കടയുണ്ട്, ഇത് അടച്ചിട്ടേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കടയുണ്ട്, ഈ കാണുന്ന ഒരു കടയാണ്. ഇതാണ് നമ്മൾ വന്ന ആ സ്ഥലം. ബാക്ക് ഇത് നമ്മുടെ റോഡിൻ്റെ എൻഡ്. ഇതുവഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മലയുടെ ഏറ്റവും മുകളിലെത്താൻ പറ്റും. അവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇടുക്കിയും കോട്ടയും നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരത്തിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ സ്ഥലം ഇല്ലിക്കക്കല്ലിൻ്റെ ഈ ബാക്ക് സൈഡാണ്. അങ്ങനെ ഞങ്ങൾക്ക് അടിപൊളി ഒരു മഴ കിട്ടിയിരിക്കുകയാണ്. ലെൻസിൽ കാണുന്ന പോലുമില്ല. കുഴപ്പമില്ല, കോടയൊക്കെ കയറി അടിപൊളി ഒരു മഴയൊക്കെ കിട്ടി. നിമിഷ നേരം കൊണ്ട് നമ്മൾ നിന്ന സ്ഥലത്ത് മല കാണാൻ പറ്റാത്ത രീതിയിൽ കോട കയറി ആണോ. നിമിഷ നേരം കൊണ്ടാണ് മഴ, കാലാവസ്ഥ മാറുന്നത്. മഴയാകും, മഞ്ഞാകും, വെയിലാകും, അതുപോലെ തന്നെ മഞ്ഞ്, നല്ല കോടയാകും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് വശത്തെ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കും ആ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടത്. കാരണം ബൈക്കിൽ വന്നതുകൊണ്ട് നമുക്ക് ഗോപ്രയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മൗണ്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥലത്ത് നിർത്തിയതിന് ശേഷം മാത്രം വീഡിയോ എടുത്ത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ഇനി നമുക്ക് വാഗമൺ പിടിക്കാം. ഞങ്ങളിവിടുന്ന് തിരികെയാണ്. അത്രയ്ക്ക് കോടയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അങ്ങ് ഇരുട്ടിയ പോലെ 3 മണി ഏകദേശം സമയമായുള്ളൂ. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴച്ചാറ്റിലുമുണ്ട്. അപ്പോഴേ നമുക്ക് അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് വാഗമൺ ടൗണിലേക്ക്. കോടയും മഴയും ഒക്കെ കലർന്ന് എനിക്ക് തോന്നുന്നു മഴയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് ഈ റൈഡിൽ എന്ന് പറയണം. വാഗമൺ അടുക്കാറായപ്പോഴത്തേനും മഴ കൂടി. ഞങ്ങളുടെ യാത്രയിൽ ചെറിയൊരു ബ്രേക്ക് ഞങ്ങളെടുത്തു. ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞ്. നമ്മൾ ഈ വഴിയിൽ കാണുന്ന വലിയ വലിയ പാറക്കെട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം മഞ്ഞ് കയറി മൂടി കിടക്കുന്ന ഒരവസ്ഥ. ഇത് സിപ്പ് ലൈനാണ് കേട്ടോ. ഇത് വാഗമണ്ണിലെ സിപ്പ് ലൈനാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകും. ഇതുവഴി ഓരോരുത്തർ കയറി വരുന്നുണ്ട്. താഴെ പോയവരൊക്കെയാണ് വണ്ടി 2 പാർക്ക് ചെയ്തേക്കുന്നത്. കോടുണ്ടോ, ജീപ്പൊക്കെ കയറി വരുന്ന കാഴ്ചയാണ്. നമ്മൾ വന്ന റൂട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ ഇല്ലിക്കക്കല്ല് വന്നു. അതിനുശേഷം വെള്ളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുകൂടി നമ്മൾ വാഗമണ്ണിനാണ് പോകുന്നത്. അടിപൊളി ഒരു ഹൈ റേഞ്ച് കയറുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് നല്ല കോടയും മഴയും ഒക്കെ തന്നെ ലഭിക്കും. ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലേലം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് വെള്ളിക്കുളം എന്ന് പറയുന്നത്. നമുക്ക് സുരേഷ് ഗോപിയുടെയും MG സോമൻ്റെയും കുറ്റൂർ സോമൻ്റെയും ഒക്കെ അടിപൊളി ഒരു പടമാണ് ലേലം എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണുന്ന സ്പോട്ടിൽ എല്ലാവരും തന്നെ നിർത്തും കേട്ടോ. അത്യാവശ്യം കടകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിലെത്തിയിരിക്കുകയാണ്. വാഗമൺ ടൗണ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത്. കാരണം വാഗമണ്ണിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും വീഡിയോയും. ടൗണ് അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടെ ധാരാളം കടകളും ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തന്നെ, പിന്നെ അതുപോലെ തന്നെ റൂമും ഫെസിലിറ്റീസും ഒക്കെ തന്നെ നമുക്ക് ഈ ടൗണിൽ അവൈലബിൾ ആണ്. നമ്മൾ പോകുന്നത് കൈതൽപന്തൽ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ ഇസാഫ് ബാങ്ക് ഉണ്ട്. അതിൻ്റെ ATMൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു വഴിയുണ്ട്. ഈ കാണുന്നതാണ് ആ വഴി. ഇതിൻ്റെ ഇപ്പുറത്ത് ബാങ്കാണ്. ഈ വഴി നേരെ ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ കൈതൽപന്തൽ വ്യൂ പോയിന്റ് എന്നത്. ഇതിപ്പം കാണുന്നത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട ചെറിയ വഴിയാണ്. ഇതുവഴി കൂടുതലായിട്ട് ജീപ്പുകൾ ആണ് പോകുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലും പോകാറുണ്ട്. അതുപോലെ ബൈക്ക് റൈഡേഴ്സും കൂടുതലായിട്ട് പോകാറുണ്ട്. ഇത് അധികം ആർക്കും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് വാഗമണ്ണിലെ. ഇത് ഫേമസ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോസഫ് സിനിമയിൽ ഒരു വെള്ളം അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അവർ കാറിൽ വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് വെള്ളം അടിക്കുന്നത്, അങ്ങ് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് എന്ന് തുടങ്ങുന്ന ആ പാട്ടില്ലേ, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. റോഡിൻ്റെ കണ്ടീഷൻസ് ഒക്കെ മാറി നമ്മുടെ മഡ് റോഡായി കേട്ടോ. അത്യാവശ്യം ഇടത് സൈഡിൽ കാണുന്നത് വലിയൊരു കൊക്ക തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട മൂടി നിൽക്കുന്നതിനാൽ നമ്മൾ കൊക്കയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നോക്കിക്കേ, താഴെ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത് ജീപ്പുകളാണ്. ജീപ്പുകാരാണ് കൂടുതലും ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ പാക്കേജ് ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നത് ബോട്ടുകളിലൊന്നാണ് ഈ കൈതപ്പന്തൽ വ്യൂ പോയിന്റ് എന്നത്. അങ്ങനെ അവസാനം നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്.
ഇവിടെ ഒരു ജീപ്പാണെങ്കിൽ കയറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെളിയിൽ കുടുങ്ങിയതാണ് ജീപ്പ്. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. ഏകദേശം വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം ഇടത്തോട്ടൊരു ഒരു തോട് പോലത്തെ വഴിയില്ല, അതുവഴി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതും മഞ്ഞ് കാരണം ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. ഇവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ ഒരു ചായക്കട, ഇവിടെ ചായ കുടിക്കാനായിട്ട് പറ്റും. ചായ മാത്രമല്ല ഒത്തിരി ഐറ്റംസ്. അതുപോലെ തന്നെ ജീപ്പ് സർവീസാണ് കൂടുതലായിട്ട്. പക്ഷെ നമ്മൾ വന്നത് നമ്മുടെ ഹൈനസിലാണ്. 2 ഹൈനസിനും കൂടെ ഓർമ്മ അവിടെ ഇരിക്കുന്നത്. ഒരു കയറ്റാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ചളമയായി എല്ലാം മണ്ണെല്ലാം ഇടിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അത് കയറ്റി എടുക്കുക. വേറെ ഒരു ജീപ്പ് അവരുടെ കൂടെ വന്നിട്ട് അത് ഉറപ്പായിട്ടും കയറും. സെറ്റാണ്. ജോസഫ് സിനിമയിലെ ആ വെള്ളം അടിക്കുന്ന ലൊക്കേഷനിലെ കാറേ വന്നിട്ട് അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴി താഴോട്ടും വഴിയുണ്ട്, പക്ഷേ ആരും പോകുന്ന കാണുന്നില്ല. ഒരു വണ്ടി ഇവിടെ കുടുങ്ങിയായിരുന്നു. അത് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, മേഘങ്ങൾ കൂട്ടമായി പലായനം ചെയ്യുന്ന കാഴ്ച. മഴ, ഇവിടെയും മഴ. പച്ചയൊക്കെ കാണാം. എന്തോ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്. നമ്മൾ പറഞ്ഞ വഴി തെളിഞ്ഞ് നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മഴ വന്നു. നമുക്ക് കയറി കഴിഞ്ഞാൽ നനഞ്ഞ ആശയം. ഇതാണ് ആ ചായക്കട. ചായ നമ്മൾ ഒരു 4 ചായ പറഞ്ഞിരിക്കും. 3 ചായ. കോട മാറി നിൽക്കുന്ന കാഴ്ച ഉണ്ടോ? മാറി നിൽക്കുമ്പോൾ നമുക്ക് താഴെയായിട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും കേട്ടോ. വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം. അതൊക്കെ കണ്ടതേ ഒരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത്രയ്ക്കുണ്ട്. ചായ കുടിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്ന സ്പോട്ട് വാഗമണിൽ തന്നെ ഏറ്റവും ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ അതേതാണ്. കൊള്ളാല്ലേ, അത്രയ്ക്ക് ഉണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് മഴ പെയ്തു. വണ്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചാണ് പെട്ടെന്നൊരു മഴയായിരുന്നു. അടിപൊളി. ഓരോ ചായയും കൂടെ പറയാം അല്ലേണ? ഓരോ ചായയും കൂടെ പറയാം. അങ്ങനെ സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കട അവർ അടച്ചുകൊണ്ടിരിക്കുന്നു. സമയം എന്ന് പറയുന്നത് 6:14. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. മഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഹൈനസിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് ലൈറ്റിൻ്റെ. ഈ ലൈറ്റ് കൊണ്ട് ഇതെങ്ങനെ നമുക്കൊരു പിടുത്തമില്ല. അപ്പോഴേ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. മഞ്ഞും കോടയും ഒക്കെ നല്ല മഴയാണ് കേട്ടോ. ഹൈനസ് ഉപയോഗിക്കുന്നവർക്കറിയാം ലൈറ്റ് തീരെ കുറവാണെന്ന്. ഇതുപോലെ മഞ്ഞും നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ ഏറെയും ബുദ്ധിമുട്ടുന്നത് അല്ലേ. ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മളൊരു ഫോഗ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പറ്റി വേറെ ലൈറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഹൈനസിന് വേറെ ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഈ വഴി എന്ന് പറയുന്നത് കണ്ടോ, മഡാണ്. അതുപോലെ തന്നെ ചെളികളും കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല രീതിയിലുള്ള മഴയും അതുപോലുള്ള മഞ്ഞും ഒക്കെ കയറി വരുന്നുണ്ട്. നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കും. നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെട്ടം, ലൈറ്റ്, ഫോഗ് ലൈറ്റുകളൊക്കെ വെക്കാനുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്തും വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ റൈഡ് തുടരുകയാണ്. ഇവിടുത്തെ ആ വ്യൂ കണ്ടോ, മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന കാഴ്ച. അതിനകത്തൂടെ ആ ലൈറ്റ് ഇട്ടുകൊണ്ട് മഹേന്ദ്രയുടെ ജീപ്പാണ് വരുന്നത്. അടിപൊളി ഒരു വ്യൂ അല്ലേ. മൺസൂൺ കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന കാഴ്ച. ഇനി വാഗമണ്ണിലെങ്ങും ഈ കാഴ്ചകൾ ഏറെയാണ്. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ മഴ നനഞ്ഞുള്ള ഈ കോടയിലൂടെയുള്ള ബൈക്കിലുള്ള യാത്ര. അതും ഒരു ചായ കുടിക്കാൻ നമ്മുടെ ബൈക്ക്. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടും. അത് സത്യമാണ്.